മൂസാ നബിയുടെയും ഈസാ നബിയുടെയും സാഹിബാണ്. വറക്കത്തിന്റെ അടുക്കൽ ചരിത്രം അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ വിശദമാക്കാത്തത്. വറക്കത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കൽ ചെന്നു. വറക്കത്ത് പറയുകയാ, ഖദീജ മുഹമ്മദിന്റെ അടുക്കൽ വന്നത് നാമൂസുൽ അക്ബർ, അത് ജിബ്രീൽ എന്നറിയപ്പെടുന്ന മലാഖയാണ്. ബഹുമാനപ്പെട്ട ഖദീജ ബീവി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നബി തിരുമേനി ഖദീജയെ സ്വാഗതം ചെയ്യുന്നത്, ഖദീജ എനിക്കിതാ വീണ്ടും ജിബ്രീൽ വന്നിരിക്കുന്നു, എന്നോട് ഇത് ലോകത്തോട് മുഴുവൻ പറയാൻ കൽപ്പിച്ചിരിക്കുന്നു. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻവിർ വറബ്ബക ഫകബ്ബിർ, എന്നിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഖദീജ. അതുകൊണ്ട് നിന്നോട് ഞാൻ പറയുകയാണ്, ഇന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാ. ഖദീജ ബീവി റസൂലുള്ളാഹിന്റെ കൈ വീണ്ടും പിടിച്ചു. നബിയേ, കണ്ണിൽ നിറവെള്ളം നിറച്ചുകൊണ്ട് ഭാര്യയായ ഖദീജ പറയുകയാണ്, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു നബിയേ, അന്നക റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാ. അത് പറഞ്ഞിട്ട് ഖദീജ ബീവി പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് എന്തുണ്ടായാലും അങ്ങയുടെ കൂടെ ഞാനുണ്ടാകും, അങ്ങയുടെ പിന്നിൽ ഞാനുണ്ടാകും നബിയേ, സദാസമയവും ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടാകും എന്ന് പറയുക മാത്രമല്ല, പിന്നീട് അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. ഒരിക്കൽ ഖദീജ ബീവി പറഞ്ഞു, നബിയേ, ഇനി ജിബ്രീൽ വന്നാൽ അത് എന്നോട് പറയണം. ഒരു ദിവസം ജിബ്രീൽ വന്നപ്പോൾ ഖദീജ ബീവിയോട് പറഞ്ഞു, ഖദീജ ജിബ്രീൽ വന്നു. ഖദീജ ബീവി റസൂലുള്ളാഹിയോട് ഖദീജ ബീവി പറഞ്ഞു, എന്റെ തുടയിലിരിക്കൂ. ഇപ്പൊ കാണുന്നുണ്ടോ? അതെ, ഇപ്പോൾ കാണുന്നുണ്ട്. വീണ്ടും ഇടത്തെ തുടയിലിരിക്കാൻ പറഞ്ഞു. അതറാഹുല്ലാൻ, ഇപ്പൊ കാണുന്നുണ്ടോ? അതെ, ഇപ്പോൾ കാണുന്നുണ്ട്. ഖദീജ ബീവി തന്റെ ആ മേൽ വസ്ത്രം അങ്ങ് മാറ്റി. ഇപ്പൊ ഞാൻ കാണുന്നില്ല ഖദീജ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവി പറഞ്ഞു, എങ്കിൽ അത് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഉറക്കൊക്കെ മാറ്റി വെച്ച് ചൊല്ലൂ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ലാ തുൻകിരിൽ വഹയ മിൻ റുയാഹു ഇന്ന ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമീ. ഇമാം ബൂസീരി പറയുകയാണ്, നബി തിരുമേനിക്ക് കണ്ണുറങ്ങിയാലും ഉറങ്ങാത്ത ഒരു മനസ്സുണ്ടായിരുന്നു. അതാണ് ഇന്ന ഐനി തനാമാനി വലാ യനാമു ഖൽബി. എന്റെ ഹൃദയം ഉറങ്ങിയാൽ, എന്റെ കണ്ണുറങ്ങിയാലും എന്റെ ഹൃദയം ഉറങ്ങുന്നില്ല. തബാറകല്ലാഹു മാ വഹയും ബിമുക്തസബി വലാ നബിയുൻ അലാ ഐബിൻ ബിമുത്തഹമി. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രപഞ്ച സൃഷ്ടിയുടെ കാരണമാണ്. നബി അല്ലാഹു തആല സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ഉറക്കെ ചൊല്ലൂ. അവിടുത്തെ ഇവിടെ മദ്ഹുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ മാതാവിനെ കുറിച്ച് അറിയുന്നതിനേക്കാൾ, പിതാവിനെ കുറിച്ച് അറിയുന്നതിനേക്കാൾ നമുക്കത് അറിയില്ല എന്നുള്ളതാണ് നബിയോട് നമുക്ക് ബന്ധം കുറഞ്ഞു വാങ്ങാൻ. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഈ ലോകത്ത് ലോകമുണ്ടാകാനുള്ള കാരണം കല്ലാ വലാ ഖുലിഖൽ വറാ ലൗലാക. അങ്ങില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെ പടക്കുമായിരുന്നില്ല. കുന്തു കൻസം മഖ്ഫിയ, ഞാൻ മറക്കപ്പെട്ട ഒരു നിധിയായിരുന്നു. ഫഅഹ്ബബ്തു അൻ ഉറഫ,
ഞാൻ എല്ലാവരും എന്നെ അറിയട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ സൃഷ്ടികളെ മുഴുവൻ പടക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ സൃഷ്ടികളെ പോലും ഞാൻ പടക്കാൻ തീരുമാനിച്ചത് അതിന്റെ കാരണമായി ഞാൻ കണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോട് സ്വഹാബികൾ ചോദിച്ചു, നബിയെ മത്താ വജബത്ത് ലക്കൻ നുബുവ, എപ്പോഴാണ് അങ്ങ് നബിയായിട്ട് തീരുമാനിക്കപ്പെട്ടത്? ഞാൻ മുമ്പേ നബിയായി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. വ ആദമു ബൈന റൂഹി വൽ ജസദ്, ആദം നബി അലൈഹിസ്സലാം ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഇടയിലായി സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഞാൻ പ്രവാചകനായി നബിയായി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയായിരുന്നു, ഒരു നബി വരാനുണ്ട്, ഒരു നബി വരാനുണ്ട്, ഒരു നബി വരാനുണ്ട്. എല്ലാവരും അംഗീകരിക്കേണ്ട കാര്യമാണ്. ക്രിസ്തു മതത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അബ്ദുൽ അഹദ് ദാവൂദ് എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു ക്രിസ്തീയ പണ്ഡിതൻ മുസ്ലിമായിട്ട് മാറിയിട്ടുണ്ട്. റുമേനിയയിലെ ഒരു വലിയ പള്ളിയിൽ ആർച്ച് ബിഷപ്പായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് ഫാദർ ഡേവിഡ് ബെഞ്ചമിൻ എന്നായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം വിശദീകരിച്ചുകൊണ്ട് ബൈബിൾ ആൻഡ് ഖുർആൻ എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ഞാൻ ബൈബിളിൽ കണ്ടു ഈസാ നബി അലൈഹിസ്സലാം വരാനിരിക്കുന്ന മുഹമ്മദുർ റസൂൽ എന്ന നബിയെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അദ്ദേഹം പറയാം. എന്നാൽ അദ്ദേഹം അതിലുള്ള ഒരു വാക്ക് ഉദ്ധരിക്കുന്നുണ്ട്, ഐ ഷാൽ ഗോ ടു ദി ഫാദർ. യേശുവിന്റെ വലിയ വർത്തമാനം, ദൈവത്തിന്റെ സംസാരം. And he will send you another apostle. ഞാൻ ദൈവത്തിങ്കലേക്ക് യാത്രയാവുകയാണ്. ദൈവം നിങ്ങൾക്ക് വേറെ ഒരു അപ്പോസ്തലനെ അയക്കുന്നു. His name shall be Paracletus. അദ്ദേഹത്തിന്റെ പേര് പെരാക്ലിറ്റസ് എന്നാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ ഇദ്ദേഹം പറയുന്നു. ആ വാക്കിന് കൃത്യമായ ഒരു അറബി ട്രാൻസ്ലേഷൻ ഉണ്ട് എങ്കിൽ അത് അഹ്മദ്. പെരിക്ലിറ്റസ് എന്ന് പറയുന്ന ആ വാക്കിന് അർത്ഥം ഉണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം അഹ്മദ്. ഈ അഹ്മദ് എന്നതാണ് ഖുർആനിൽ ഞാൻ കണ്ടത്. ഇത് വമുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു. എന്താണ് ആ റസൂലിന്റെ പേര്? അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നബിമാരും വേദങ്ങളിലൂടെ, പുരാണങ്ങളിലൂടെ, ഇതിഹാസങ്ങളിലൂടെ അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്ത് വരാനുണ്ട് എന്ന വലിയ ഒരു യാഥാർത്ഥ്യം പറയുകയായിരുന്നു. അല്ലേ? തൂനെ ജഹാമേ महफिल सजाई तारीकियों में शम्आ जलाई तू तेरे लिए है दुनिया बनी है नीले फलक की चादर तनी है गर तू न होता तो दुनिया थी खाली सारे नबी तेरे दर के सवाली. അങ്ങില്ലായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂലേ ഈ ലോകമേ ഉണ്ടാകുമായിരുന്നില്ല. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പലപ്പോഴും പറഞ്ഞു, നബിയെ ഇത് വേണോ നിങ്ങൾക്ക് സ്വർണമായിട്ട്? അല്ലേ? വറാവദത്തുൽ ജീബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫആറാഹ അയ്യാമാ ശമമി. പർവ്വതങ്ങൾ നബിയോട് പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് ഞാൻ സ്വർണ്ണമായി തന്നാലോ? പക്ഷെ എന്താ പറഞ്ഞത്? വേണ്ട വേണ്ട വേണ്ട. എന്തേ കാരണം? വകൈഫ തദ്ഉ ഇല ദുനിയാ ലറൂറതു മൻ ലൗലാഹു ലം തുഖ്ലഖി ദുനിയാ മിനൽ ആദമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹു
തആല ആ നബിയെ സ്നേഹിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി ഞാൻ പറയുന്നത് റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്, ഒരു ഷഹാദത്ത് ചൊല്ലൂ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫാരിഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. അതാണ് നമ്മൾ പറയുന്നത്. എന്താണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ പേര് തന്നെ ഭയങ്കര പേരല്ലേ. വഖദ് സമ്മാനില്ലാഹു അഹ്മദ്, അല്ലാഹു എനിക്ക് പേരിട്ടത് മുഹമ്മദ് എന്നല്ല അഹ്മദ് എന്നാണ്. ഖുർആനിൽ മുഹമ്മദ് എന്ന പേര് അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? ഈ സമുദായം അല്ലാഹുവിനെ സ്തുതിക്കുന്ന സമുദായമാണ്. ആ സമുദായത്തിന്റെ നായകന് സ്തുതിക്കപ്പെട്ടവൻ എന്നല്ലാതെ എന്തു പേരാണ് അല്ലാഹു നൽകുന്നത്? ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്തുതിച്ചയാൾ ഈ പേരിന്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി, രണ്ട് ലോകത്തിന്റെയും നേതാവാണ്. ശ്രദ്ധിക്കണേ, വളരെ ഗൗരവത്തോടെ പഠിക്കണം. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്തൊക്കെ എല്ലാവരും ചൊല്ലൂ. മുഹമ്മദ് മുസ്തഫ ആരാ? സയ്യിദുൽ കൗനൈൻ, രണ്ട് ലോകവും. ഏതാണ് ആ ലോകം? അദ്ദുന്യാ വൽ ആഖിറ. ദുനിയാവിലെ നേതാവാണ്, ആഖിറത്തിലെയും നേതാവാണ്. ദുനിയാവിലെ നേതാവ് എന്ന് പറഞ്ഞാൽ ആരുടെ നേതാവ്? പ്രപഞ്ചമേ, പ്രപഞ്ചത്തിന്റെ നേതാവ്, മരങ്ങളുടെ നേതാവ്, കല്ലുകളുടെ നേതാവ്, പറവകളുടെ നേതാവ്, പക്ഷികളുടെ നേതാവ്, ഉറുമ്പുകളുടെ നേതാവ്, പൂക്കളുടെ, പുഴുക്കളുടെ, തരുക്കളുടെ, താരുക്കളുടെ എല്ലാവരുടെയും നേതാവാണ് നമ്മുടെ കരളിന്റെ കഷ്ണം മുഹമ്മദ് മുസ്തഫ. എല്ലാവരുടെയും, എല്ലാവർക്കും അത് അറിയും ചെയ്യാം, എല്ലാവർക്കും അതറിയും ചെയ്യാം. അതുകൊണ്ടല്ലേ നബിയെ കാണുമ്പോൾ കല്ലുകൾ നബിയോട് സലാം പറഞ്ഞത്? നബിയോട് സലാം പറഞ്ഞു കല്ലുകൾ അല്ലേ? കല്ലുകൾ റസൂലുള്ളാഹിയുടെ കയ്യിലിരുന്നു കൊണ്ട് തസ്ബീഹ് ചൊല്ലി. നബ്ദം ബിഹി ബഅദ തസ്ബീഹിം ബിബത്നിഹിമാ നബ്ദൽ മുസബ്ബിഹി മിൻ അഹ്ശാഇ മുൽതഖിമി. നബ്ദം ബിഹി, റസൂലുള്ള കല്ലുകളെ വലിച്ചെറിഞ്ഞു. ബഅദ തസ്ബീഹിം ബിബത്നിഹിമാ, കൈവെള്ളയിൽ ഇരുന്നു കൊണ്ട് ആ കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയതിന് ശേഷം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ആ കല്ലുകൾ തസ്ബീഹ് ചൊല്ലി. അത് കഴിഞ്ഞിട്ട് റസൂലുള്ള വലിച്ചെറിഞ്ഞു. ഏതുപോലെ? വലിച്ചെറിഞ്ഞതുപോലെ. ആര്? മത്സ്യം വലിച്ചെറിഞ്ഞതുപോലെ തസ്ബീഹ് ചൊല്ലിയപ്പോ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂൽ കല്ലുകളെ വലിച്ചെറിഞ്ഞു. ഹദീസുകളിൽ നിവേദനം ചെയ്യപ്പെട്ടതാണ്. അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഫം മിനൽ ഹസാ, റസൂലുള്ളാഹി ഇങ്ങനെ കുറച്ച് കല്ലുകൾ എടുത്തു. ഫസബ്ബഹന ഫീ യദിഹി, അത് കയ്യിൽ ഇരുന്നു കൊണ്ട് തസ്ബീഹ് ചൊല്ലി. ഹത്താ സമിഅന തസ്ബീഹ, ഞങ്ങളൊക്കെ അതിങ്ങനെ കേൾക്കുകയാ. എന്തേ കാര്യം? കല്ലുകളുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. എല്ലാം കല്ലുകള്, എല്ലാ കല്ലുകളുടെയും നേതാവ്. മരങ്ങൾ ഇന്നിപ്പോ വലിയ സംഭവമാണ്. എന്ത്? മരം നടുക. അത് വളരുന്നുണ്ടോ? അത് വലുതാകുന്നുണ്ടോ? ഇതൊന്നും ആർക്കും പ്രശ്നമല്ല. എല്ലാവർക്കും എന്ത് ചെയ്യണം? മരം നടുന്നത് പത്രത്തിൽ കൊടുത്തിട്ട് ഫോട്ടോ വരണം. ഇവിടുത്തെ ആളുകളെ പറ്റിയിട്ടോ SKSF പറ്റിയിട്ടോ അല്ലട്ടോ ഞാൻ പറയുന്നത്. എല്ലായിടത്തും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് മെമ്പറൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? എല്ലാ പ്രകൃതി എന്തെന്നതിന് പറയാം, പരിസ്ഥിതി ദിനം, അതിനോടനുബന്ധിച്ചുള്ള മരങ്ങളെങ്ങാനും ഇവിടെ നട്ടിട്ടുണ്ടെങ്കിൽ ഈ കേരളം വലിയൊരു വനമായി മാറിയനെ എന്നെനിക്ക് തോന്നാറുണ്ട്. മരങ്ങളുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ. ഒരു മരം മുറിക്കരുത്. നിങ്ങൾ യുദ്ധം ചെയ്യാണ്, നിങ്ങളുടെ ശത്രുവാണ്. മരം മുറിക്കല്ലേ, നിങ്ങൾ മരം നടണേ, നിങ്ങൾ ചെടി നടണേ, അത് തസ്ബീഹ് ചൊല്ലും. നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം നട്ടുപിടിപ്പിക്കുകയും ആ സാധനത്തിൽ നിന്ന് എന്തെങ്കിലും ഫലമുണ്ടാവുകയും ചെയ്താൽ, അതിൽ നിന്ന് ആരെങ്കിലും കഴിച്ചാൽ, ഇന്നിപ്പോ അടുക്കളത്തോട്ടം, ഇതൊക്കെ റസൂലിന്റെ കൽപ്പനയാണ്.
അടുക്കളത്തോട്ടുണ്ടാക്കലും വഴുതനങ്ങ ഉണ്ടാക്കലും കയ്പ ഉണ്ടാക്കലും പയറുണ്ടാക്കലും അതിൽ നിന്ന് അറുത്തെടുക്കലും അതിൽ നിന്ന് ഭർത്താവിനെ ഭക്ഷിപ്പിക്കലും അതിൽ നിന്ന് മക്കൾക്ക് വിഭവം ഉണ്ടാക്കലും ഒക്കെ നബിയുടെ കൽപ്പനയാണ്, നബിയുടെ മാതൃകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരങ്ങളുടെ നേതാവായിരുന്നു. അതിനെ സ്നേഹിച്ചു. അത് മുറിക്കരുതെന്ന് പറഞ്ഞു. ഒരു മരത്തെ കല്ലെടുത്തെറിഞ്ഞ ഒരു കുട്ടിയോട് ആ മരത്തിന് വേദനയാകില്ലേ എന്ന് ചോദിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാഅത് ലി ദഅവതിഹിൽ അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. എന്താ പറഞ്ഞത്? മരം നബി തിരുമേനിക്ക് കീഴടങ്ങിയ സംഭവങ്ങൾ ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്നു. ഒരിക്കൽ ഞങ്ങൾ നബിയോട് കൂടെ സഞ്ചരിക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ റസൂലുള്ളാഹിക്ക് ഇങ്ങനെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ആവശ്യം വന്നു. മരുഭൂമി വിശാലമാണ്, കുറച്ച് ദൂരെ ഒരു മരമുള്ളൂ. റസൂലുള്ളാഹി ആ മരത്തിന്റെ അടുക്കൽ ചെന്നു. ഞാൻ പിന്നാലെ ചെന്നു, ആരും കാണാതിരിക്കണമല്ലോ. റസൂലുള്ളാഹി പറയുകയാണ്, ഫഅഖദ ബിഅമിൻ അഗ്സാനിഹാ, അതിന്റെ കൊമ്പിൽ പിടിച്ച് നബി തിരുമേനി പറഞ്ഞു, കൊമ്പേ ഇങ്ങോട്ട് താഴ്ന്നുവാ. ആ മരത്തിന്റെ കൊമ്പുകൾ മുഴുവൻ ഒരു മറയായി. ലോകത്തിന്റെ നേതാവേ, അങ്ങയെ മറ്റാരും കാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മരങ്ങൾ താഴേക്ക് വീണു എന്ന് സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഞാൻ വിചാരിച്ചു ആ മരം ഒന്നായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിലേക്ക് വരുമോ എന്ന് ഞാൻ പേടിച്ചു എന്ന് സയ്യിദുനാ ജാബിർ റളിയല്ലാഹു. വേറെ ഒരു ഹദീസ്, ജാഅ അഅറാബിയുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അഅറാബി നബിയുടെ അടുക്കൽ വന്നു. നബിയേ, ഇന്നി ഖദ് അസ്ലംതു, ഞാൻ മുസ്ലിമായിട്ടുണ്ട് നബിയേ. ഫഅരിനി ശൈഅൻ അസിദ് ബിഹി യഖീനാ, എനിക്കൊന്നുകൂടെ ഇസ്ലാം ഉറപ്പാകാനുള്ള എന്തെങ്കിലും തരണം. നബി തിരുമേനി ചോദിച്ചു, മല്ലദീ തുരീദു, എന്താ നിനക്ക് വേണ്ടത്? നബി തിരുമേനി അതാണ് ചോദിച്ചതാണ്, എന്താ വേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ അറാബി പറയണേ, ഉദ്ഉ തിൽക ശജറ ഫൽതഅതിക്, ആ കാണുന്ന മരമുണ്ടല്ലോ, ആ മരത്തെങ്ങോട്ട് വിളിക്ക്, അത് നിങ്ങളുടെ അടുക്കലേക്ക് വരട്ടെ. സ്വഹാബി പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആ മനുഷ്യനോട്, ഇദ്ഹബ്, നീ പോയിട്ട് നീ അതിനോട് പറയൂ, നിന്നെ വിളിക്കുന്നുണ്ട്, റസൂലുള്ളാഹി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അജീബി റസൂലല്ലാഹ്, റസൂലുള്ളാഹിക്ക് ഉത്തരം നൽകൂ എന്ന് ആ മരത്തോട് പോയി നീ പറയൂ എന്ന് പറഞ്ഞു. ഇയാള് വേഗം പോയി, അറാബിയാണല്ലോ, ഇയാൾ ചെന്നിട്ട് പറഞ്ഞു, മരമേ, നിന്നെ റസൂലുള്ളാഹി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സ്വഹാബികൾ ഇതിങ്ങനെ കാണുകയാണ്. ഫമാലത് അലാ ജാനിബിൻ മിൻ ജവാനിബിഹാ, ആ മരം ഇങ്ങനെ ചാഞ്ഞു. അതിന്റെ വേരുകളൊക്കെ ഇങ്ങനെ അറ്റുപോയി. അതിന്റെ എല്ലാം വേരുകളൊക്കെ അറ്റ് അത് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഇങ്ങനെ നടന്നു വന്നു. സഹാബികൾ പറയാണ്, എന്നിട്ടത് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയെ, അങ്ങേക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. അറാബി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, ഹസ്ബി ഹസ്ബി, എനിക്കിത് മതി നബിയേ, മതി നബിയേ. ഫഖാല ലഹാ, ആ മരത്തോട് റസൂലുള്ളാഹി പറഞ്ഞു, ഇർജിഇ, തിരിച്ചുപോ. അറാബി അന്തം വിടാൻ വേറെ എവിടെയെങ്കിലും പോണോ? അറാബി പറഞ്ഞു, നബിയേ, അതഅ്ദനുലി, എനിക്കങ്ങ് സമ്മതം നൽകുമോ? അൻ ഉഖബ്ബില റഅസക വരിജ്ലൈക, ഞാൻ അങ്ങയുടെ കാലൊന്ന് ചുംബിച്ചു കൊള്ളട്ടെ, ഞാൻ അങ്ങയുടെ കൈയൊന്ന് ചുംബിച്ചു കൊള്ളട്ടെ. ഓക്കെ, ചുംബിച്ചു കൊള്ളൂ. അത് ചുംബിച്ചപ്പോ ഇയാൾക്ക് പോരാ. ഇദ്ദേഹം പറയുകയാണ്, ഇദ്ദൻലി അൻ അസ്ജുദ ലക, ഞാൻ അങ്ങേക്കൊന്ന് സുജൂദ് ചെയ്യട്ടെ. പൂതി തീർന്നില്ല, ഞാൻ അങ്ങേക്കൊന്ന് സുജൂദ് ചെയ്യട്ടെ. ഈ അറാബിയുടെ മനസ്സ് എത്ര വലുതാണ്. ഈ അറാബി റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയേ, ഞാൻ അങ്ങേക്ക് സുജൂദ് ചെയ്യട്ടെയോ നബിയേ? നബി തിരുമേനി പറയുകയാണ്, അത് വേണ്ട, ഒരു മനുഷ്യന് മറ്റൊരാളുടെ മേൽ സുജൂദ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ
അങ്ങനെ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുകയായിരുന്നുവെങ്കിൽ വലൗ അമർതു അഹദൻ, ഞാൻ ആർക്കെങ്കിലും സുജൂദ് മറ്റൊരാളുടെ മുമ്പിൽ ചെയ്യണമെന്ന് കൽപ്പിക്കുകയായിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅത, ഞാൻ പെണ്ണിനോട് കൽപ്പിക്കുമായിരുന്നു അൻ തസ്ജുദ ലിസൗജിഹാ, അവളുടെ ഭർത്താവിന്റെ മുമ്പിൽ അവൾ സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മരങ്ങളും. ഒരു സംഭവം കൂടെ ഉണ്ട്, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഭയങ്കര വിഷമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഖുത്ബ ഓതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മിമ്പർ ഉണ്ടായിരുന്നു. ഒരു മിമ്പർ. ആ മിമ്പർ പള്ളി പുതുക്കി പണിയുന്ന സമയത്ത് അതൊന്ന് മാറ്റി. അങ്ങനെ റസൂലുള്ളാഹി അടുത്ത വെള്ളിയാഴ്ച വന്നിരിക്കുകയാണ്. വെള്ളിയാഴ്ച അങ്ങനെ ഖുത്ബ ഓതുകയാണ്. ഫസ്വാഹത്തിൻ നഖ്ല സിയാഹസ്സബീ, ഒരു കുഞ്ഞ് ഏങ്ങലടിച്ച് കരയുന്നത് പോലെ ഈ ഈത്തപ്പനയുടെ തടി കരയുന്നത് ഞങ്ങൾ കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കേട്ടപ്പോൾ എല്ലാവരും നോക്കി, എവിടുന്നാ ശബ്ദം? എല്ലാവരും അങ്ങനെ നോക്കിയപ്പോ ഈത്തപ്പന തടിയാ. ഒരു കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നത് പോലെ അതിന്റെ അടുക്കൽ പോയിട്ട് അതിനെ തടവി സമാധാനിപ്പിച്ചു. ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പനത്തടി കരഞ്ഞു. കാരണം എന്താ? എന്റെ നേതാവല്ലേ, ദുനിയാവിന്റെ നേതാവ്, മൃഗങ്ങളുടെ നേതാവ്. പോയി നോക്കിയാൽ മതി, എവിടെയെങ്കിലും ഹൈവേയില് നീ കാണാൻ കഴിയും വലിയ മൃഗങ്ങളെങ്ങനെ കൊണ്ടുവരുന്നു, പോത്തുകളെയും മൂരികളെയും കാളകളെയും ഒക്കെ നിറച്ചിട്ട്. നിങ്ങളാരും കാണാറില്ല എന്നാണ് തോന്നുന്നത്. കാണാറില്ലേ? പാവം തോന്നും കണ്ടാൽ. നിയമങ്ങളൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ കൊണ്ടുവരാൻ ആർക്കാ കൊണ്ടുവരുന്നത്? നമുക്ക് നോമ്പറക്കാനേ. അതുപോലെ നമുക്ക് അറക്കണ്ടേ? അതിനൊക്കെ കൊണ്ടുവരികയാണ്. വല്ലാതെ കഷ്ടപ്പെടുത്തിട്ട്. ഇന്നാള് ഞാനൊരു ദൃശ്യം കണ്ടത്, ഒരാള് അറുക്കാനുള്ള മൂരി എഴുന്നേൽപ്പിക്കുന്നതിന്റെ പിൻഭാഗത്ത് മുളകരച്ച് തേച്ചിട്ടാണ്. ക്രൂരത കാണിക്കുക. കോഴികൾ എന്താ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? നമ്മൾ ഡെയിലി അടിക്കുന്ന സാധനം എന്നുള്ളത് തന്നെ ആയിരിക്കും അല്ലേ? പൊരിച്ചും കരിച്ചും ബോധം കെടുത്തി എങ്ങനെയൊക്കെയാണ് കോഴിയെ കഴിക്കേണ്ടതെന്ന് ഓരോരുത്തർക്കും അറിയില്ല. അതല്ല കോഴിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ലോകം സ്വാതന്ത്ര്യമില്ലാത്ത ജീവിയാണ് കോഴി. അത് നൽകാത്തത് നമ്മളുമാണ്. കാരണം വാഴാണ് കഴിഞ്ഞ് പോണ സമയത്ത് മിക്കവാറും ആളുകൾ കോഴിക്കടന് മുമ്പ് പോയിട്ട് ഏറ്റവും വലുതിനെ തന്നെ നോക്കി പിടിച്ചോ എന്ന് പറയും. എന്നിട്ടോ നന്നായിട്ടൊന്ന് പെടയാൻ സമ്മതിക്കാറുണ്ടോ? മര്യാദക്ക് ഒന്ന് അറുക്കോ? രണ്ടുമില്ല. നമ്മൾ അധികം ആളുകളും പറയും നീ തന്നെ അർത്ഥം. അവരൊറ്റപ്പിടുത്തവും ഒരൊറ്റ വിട്ടുകൊണ്ട്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും അത്യാധിക കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ദേഷ്യപ്പെടാൻ പറയില്ല, സൂക്ഷിക്കാൻ വേണ്ടി പറയാണ്. മൃഗങ്ങളോട് കാരുണ്യം കാണിക്കാൻ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. കാരണം അവയുടെ നേതാവാണ്. അറുക്കുമ്പോഴെങ്ങനെ അറുക്കണം? അറുത്ത് കഴിഞ്ഞാൽ അറുക്കപ്പെട്ട മൃഗത്തിന് സ്വാതന്ത്ര്യം നൽകട്ടെ. അതാണ് എല്ലാ മൃഗങ്ങളുടെയും നേതാവ് മുഹമ്മദ് മുസ്തഫ. നിങ്ങളവയെ വേദനിപ്പിക്കല്ലേ, നിങ്ങളവയെ ബുദ്ധിമുട്ടിക്കല്ലേ. അൻസ്വാരിയായ ഒരു സ്വഹാബിയുടെ തോട്ടത്തിലേക്ക് ചെന്നു. അവിടെ ഉണ്ട് ഒരു ഒട്ടകം. ആ ഒട്ടകം ഇങ്ങനെ വന്നു, നബിയുടെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ താഴ്ത്തി കൊടുത്തു. നബി ഇങ്ങനെ നോക്കിയപ്പോഴോ ഒട്ടകത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. നബി എന്ത് ചെയ്തു? മൃദുലമായ കൈകൾ കൊണ്ട് ആ ഒട്ടകത്തിന്റെ താട ഇങ്ങനെ തടവിക്കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, മൻ റബ്ബു ഹാദൽ ജമൽ, ഇതാരുടെ ഒട്ടകമാണ്? അൻസ്വാരിയായ ഒരാൾ പറഞ്ഞു, ലീ യാ റസൂലല്ലാഹ്, അതെന്റെ ഒട്ടകമാണ് നബിയേ. എന്തേ ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ നീ? കാരണം ഇതെന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്. ഈ ഒട്ടകത്തിന് പ്രയാസമേറിയ ജോലികൾ നീ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് ഈ ഒട്ടകം എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ഷഹാദത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിൻ ആവേശത്തോടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അങ്ങനെ പുൽക്കൊടികൾക്ക്, മരങ്ങൾക്ക്, എല്ലാറ്റിനും
ആഖിറത്തിലും. കൗനൈൻ എന്നാ നമ്മൾ പറഞ്ഞത്, ദുനിയാവില് ഞാൻ പറയേണ്ടതില്ലല്ലോ ഇനി. ആഖിറത്തിലും അങ്ങനെ തന്നെ സയ്യിദുൽ കൗനൈൻ. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുനാ ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമീ. അവിടെ ശഫാഅത്ത് ചെയ്യും. മുഹമ്മദുൻ യൗമ ബഅസില്ലാഹി ശാഫിഉനാ മുഹമ്മദുൻ നൂറുൽ ഹാദി മിനൽ മുലമീ. അവിടെ ശഫാഅത്ത് ചെയ്യാണ്ടാവുക. ഒരാൾ രക്ഷപ്പെടൂലല്ലോ, ഒരാളുണ്ടാവില്ല, എല്ലായിടത്തും ഉണ്ടാവും. 10 വർഷക്കാലം അനസ് റളിയല്ലാഹു അൻഹു നബി തിരുമേനിക്ക് ഖിദ്മത്ത് ചെയ്തു. ചോദിച്ചു, നബിയേ അത്തശ്ഫഉ ലി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അങ്ങനെക്ക് ശുപാർശ ചെയ്യുമോ യാ റസൂലല്ലാഹ്? അനസേ, ചെയ്യാം. എവിടെ തേടണം അങ്ങേ ഞാൻ, എവിടെ അന്വേഷിക്കണം അങ്ങേ ഞാൻ? റസൂലുള്ള പറയുകയാണ്, അനസേ എന്നെ നീ തേടേണ്ടത് ഇൻദൽ മീസാൻ, മീസാനിന്റെ അവിടെ എന്നെ നീ തേടിക്കോ. നന്മയും തിന്മയും തൂക്കുന്നിടത്ത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. തിന്മ കുറയുമ്പോ ഞാൻ പിടിച്ചോളാനസേ, നന്മ കുറയുമ്പോ ഞാൻ പിടിച്ചോളാനസേ. എവിടെയാണ് അവിടെ കണ്ടില്ലെങ്കിൽ അങ്ങേ ഞാൻ അന്വേഷിക്കേണ്ടത്? ഫതുലുബ്നീ ഇൻദ സിറാത്ത്, പാലത്തിന്റെ അവിടെ എന്നെ നീ തേടിക്കോ അനസേ. അവിടെയും അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിലോ ഫതുലുബ്നീ ഇൻദൽ ഹൗദ്, എന്റെ ഹൗദുൽ കൗസറിന്റെ അടുക്കലേക്ക് നീ വന്നോളൂ, അവിടെ ഞാൻ ഉണ്ടാകും മനസ്സേ. മൻ റഅ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി ഹൗലുക സ്വാഫിൽ മുബറദ് വിർദുനാ യൗമൻ നുശൂരി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദുൽ കൗസർ, അവിടെ എന്നെ നീ തേടിക്കോ അനസേ എന്ന് മുഹമ്മദ് മുസ്തഫ റളിയല്ലാഹു പാടിയതാണ്. യദുല്ലു അലർ റഹ്മാനി മൻ യഖ്തദി ബിഹി വയുൻഖിദു മിൻ ഹൗലിൽ ഖവാഫി വയുർശിദു വഇന്നാ ബഅംറുൻ ലം യഖൂമു ബിഹംലിഹി ഫമൻ ഇൻദഹു തൈസീറു മാ യതശദ്ദദു. എല്ലാവരുടെ പ്രയാസങ്ങളിലും രക്ഷയ്ക്ക് വേണ്ടി വരാൻ ഒരാൾക്കേ കഴിയുള്ളൂ. സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയേ ഫഅശ്ഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറുഹു വ അന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബി വ കുല്ലി ശഫീഅൻ യൗമ ലാ ദു ശഫാഅതി ബിമഗ്നിൻ ഖദീലൻ അൻ സവാദ് ബിൻ ഖാരിബി. നമുക്കും പറയാനുള്ളതാണ്, നമുക്കും അപേക്ഷിക്കാനുള്ളതാണ്. ഈ സദസ്സിലിരുന്നു കൊണ്ട് മുത്ത് റസൂലിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞപ്പോ നമുക്കും പ്രതീക്ഷ അതാണ്. എന്റെ മുഅ്മിനെ, നോമ്പ് നോറ്റ് ക്ഷീണിച്ച് വഅദ് കേൾക്കാൻ വന്നവരെ, നമുക്കും പ്രതീക്ഷിക്കാനുള്ളത് അതാണ്. വകുല്ലി ശഫീഅൻ യൗമ ലാ ദു ശഫാഅതി. നബിയേ, ഞങ്ങളുടെ ഉമ്മയോടും ഞങ്ങളുടെ ബാപ്പയോടും ഞങ്ങൾക്ക് മക്കളുണ്ടാവില്ല, ഞങ്ങൾ പോറ്റി വളർത്തിയവരാരും ഉണ്ടാവില്ല, ഞങ്ങളെ പിടിക്കാൻ, ഞങ്ങൾക്ക് മോചനം നൽകാൻ വകുല്ലി ശഫീഅ, അങ്ങ് ഉണ്ടാകണം നബിയേ. ആ സ്നേഹം നമ്മളങ്ങ് നൽകുക എല്ലാറ്റിനേക്കാളും, അല്ലേ? ആ സ്നേഹം സഹാബികൾക്കിടയിൽ ആ മുഖം മതിയായിരുന്നു. എന്താ വർണ്ണിക്കണ്ട അവിടുത്തെ മുഖത്തെക്കുറിച്ച്? മുഖം ഇന്ന് ലോകത്തെ ഏറ്റവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് മുഖം, അല്ലേ? ഒരു ബുക്കിന്റെ പേരുണ്ടല്ലോ, എന്താണ്? നിങ്ങൾക്ക് ആർക്കും അറിയില്ല അല്ലേ? ഒരു ബുക്കിന്റെ പേരുണ്ട്, ഫേസ്ബുക്ക് എന്നാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അതിന് പറയാറിയോ? മുഖം മറ്റുള്ളവരെല്ലാവരും കണ്ടോട്ടെ, ഫേസ്ബുക്കിൽ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന മുഖം കാണാൻ എന്താ രസം! ആ മുഖം മാതൃകാമുഖമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം
ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു തന്റെ ശിഫയിൽ പറയുന്നുണ്ട്, മനുഷ്യന്റെ അഭിരുചിയോട് ഒരു വസ്തുവോ വ്യക്തിയോ ഔചിത്യം പുലർത്തുന്നത് മൂലം അവൻ ആ വസ്തുവിനോട് അല്ലെങ്കിൽ ആ വ്യക്തിയോടുണ്ടാകുന്ന പ്രതിപത്തിയാണ് സ്നേഹം. എന്തെങ്കിലും ഒരു മാനസികമായ അടുപ്പം, അതാണ് സ്നേഹം. അതുണ്ടാവാനുള്ള 3 കാരണങ്ങൾ. ഒന്ന് ആസ്വാദനമാണ്. നല്ല സൗന്ദര്യമുണ്ട്, നല്ല രസമുള്ള ഒരു പൂവാണ്, നല്ല രസമുള്ള ഒരു വീടാണ്, അല്ലേ? ആസ്വാദനം. 2, എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകണം. ആള് നല്ലൊരു മനുഷ്യനാണ്, നല്ല പാട്ടുകാരനാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നല്ല ഒരു നടനാണ്, നല്ല ഫുട്ബോൾ താരമാണ്, അല്ലെങ്കിൽ സ്നേഹം. 3-മതായിട്ട് എന്തെങ്കിലും ഉപകാരങ്ങൾ കിട്ടണം, എന്തെങ്കിലും നിയമത്ത് നമുക്കുണ്ടായാൽ നമ്മൾ സ്നേഹിക്കും. ഈ 3 കാരണങ്ങളും ഒരുമിച്ച് സമ്മേളിച്ചയാളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൗന്ദര്യമേ, സൗന്ദര്യത്തിന്റെ നിറകുടമേ, കാനൻ നബിയ്യു മിസ്ലൽ ഖമരി, ചന്ദ്രനെ പോലെയായിരുന്നു. അഹ്സനുന്നാസി വജ്ഹൻ മുസ്തദീറ, നല്ല വട്ടമുഖമായിരുന്നു, ഏറ്റവും നല്ല മുഖമായിരുന്നു. ജാബിർ ബിൻ സമുറ പറയുകയാണ് റളിയല്ലാഹു അൻഹു, നല്ല കൂടിരുട്ടുള്ള നല്ല ഒരു രാത്രിയിൽ ഇങ്ങനെ ചന്ദ്രൻ മിന്നിത്തിളങ്ങുമ്പോ ഞാൻ നബിയിലേക്ക് നോക്കി, ഞാൻ അവിടുത്തേക്ക് നോക്കി, ഞാൻ കണ്ടു റസൂലുള്ളാഹിന്റെ മുഖം പൂർണ്ണ ചന്ദ്രനേക്കാൾ തിളങ്ങുന്നതായി ഞാൻ കണ്ടു. അല്ലേ, എന്തൊരു മുഖം! അതുകൊണ്ടല്ലേ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വിദാ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദഅ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിഅത ബിൽ അംരിൽ മുതാഇ ജിഅത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇ. ത്വലഅൽ ബദ്ർ, നമുക്കിടയിൽ ഇതാ പൂർണ്ണചന്ദ്രൻ ഉദയം ചെയ്തിരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്ന ഒരു പാടാണ്. അതാണ് അള്ളാന്റെ റസൂൽ അങ്ങോട്ട് വന്നപ്പോൾ എന്ത് സ്നേഹല്ലേ! ആ മുഖം കാണാൻ അവർ കാത്തിരിക്കുകയായിരുന്നു. അവരെല്ലാവരും എല്ലാ ദിവസവും ചെന്നു നോക്കും. മദീനയുടെ അതിർത്തിയിൽ മരങ്ങളിൽ കയറി നോക്കും. നല്ല വെയിലായാൽ, ചൂട് ശക്തിപ്പെട്ടാൽ അവർ തിരിച്ചു പോരുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം അവരിൽപ്പെട്ട ഒരാൾ, ഒരു ജൂതനായ ആളാണ് കണ്ടത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നയാളതാ വരുന്നു. ദൂരെ നിന്ന് വരുമ്പോഴാണ് ഇവർ പാട്ടുപാടിയത്. അന്ന് മദീന നിവാസികൾ സന്തോഷിച്ചതുപോലെ പിന്നീട് അവർ സന്തോഷിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബികൾ പറയുന്നുണ്ട്. അവരുറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, ജാഅ റസൂലുള്ളാഹി, അല്ലാഹു അക്ബർ, ജാഅ ഹബീബുള്ളാഹി. ഇതാ വന്നിരിക്കുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല മുഖം. ഇദാ സർറ ഇദാ സുറ, ഒരു സന്തോഷിച്ചാൽ ഇസ്തനാറ വജ്ഹു, മുഖം അങ്ങ് തിളങ്ങും. ഒരൊറ്റ തവണയെ അല്ലാഹുവിന്റെ റസൂൽ മുഖം ചുളിച്ചോളൂ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂമിനോട്. അത് തന്നെ അയാൾ കാണുന്നില്ല. ഒരു തവണ ആ മുഖമൊന്ന് ചുളിഞ്ഞപ്പോഴേ അല്ല പറഞ്ഞില്ലേ, അബസ വതവല്ല അൻജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യذكറു ഫതൻഫഅഹുൽ ദിക്റാ. എന്ത് പണിയാ ചെയ്തത്? ആ മനുഷ്യനെതിരെ നിങ്ങൾ മുഖം ചുളിക്കുകയോ എന്ന് ചോദിച്ചു. ഏതായാലും സയ്യിദുൽ കൗനൈൻ വസ്സഖലൈൻ, ജിന്നുകളുടെയും മനുഷ്യരുടെയും സഖലൈൻ, അവർ ഭൂമിയിൽ ഭാരമുണ്ടാക്കുന്നത് കൊണ്ടാണ്. ലിസഖലിഹിമാ, അവരുടെ ഭാരം കൊണ്ടാണ്. ലിസ്വസ്സഖലൈൻ, അല്ലെങ്കിലോ ഒന്നുകിൽ ഭാരം അല്ലെങ്കിൽ പാപഭാരം. വസ്സഖലൈൻ, 2 വിഭാഗത്തിന്റെയും ജിന്നുകളുടെയും മനുഷ്യരുടെയും നേതാവാണ്. മിൻ ഉർബിൻ വ മിൻ അജമീ. മിൻ ഉർബിൻ, അറബികളുടെ നേതാവാണ്. അറബികൾ വലിയ സംഭവമാണ്. നമ്മളൊക്കെ ഇപ്പൊ ഇതൊക്കെ എത്ര ഉഷാറായിട്ട് ഇതൊക്കെ പറയാനുള്ള കാരണം ആരാ? അറബികളല്ലേ. അവര് നമുക്ക് തരുന്നത് കൊണ്ടല്ലേ. മിൻ ഉർബിൻ, അവരെ സ്നേഹിക്കണം.
അവരെ ദ്രോഹിക്കുന്നതിൽ ചിലവർക്കൊരു ഇഷ്ടമാണ്. അറബികളെ ദ്രോഹിക്കുക ചെയ്യരുത്. മൻ അഹബ്ബൽ അറബ, ആരെങ്കിലും അറബികളെ ഇഷ്ടപ്പെട്ടാൽ ഫബിഹുബ്ബി, അവരെന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അഹബ്ബഹും അവരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ആരെങ്കിലും അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ ഫബിബുഗ്ളി അബ്ഗളഹും, അവരെന്നോട് ദേഷ്യം പിടിപ്പിച്ചവരാണ്. മുസ്ലിമായ ഒരു സംവിധായകൻ ഗദ്ദാമ എന്ന പേരിൽ സിനിമ ഇറക്കി. അറബികളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ പരത്തി പലരും അതന്നെ വിശ്വസിച്ചിരിക്കുന്നത്. അത് ഇറക്കാനുള്ള കാശും കൂടെ ഇയാൾക്ക് കിട്ടിയത് ഒരു പക്ഷേ ആ അറബികളിൽ നിന്നായിരിക്കും എന്ന് മനസ്സിലാക്കാറില്ല അല്ലേ? ഏതായാലും ആകട്ടെ, സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമീ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ സുദീർഘമായിട്ട് സംസാരിക്കുകയല്ല, കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അല്ലാഹുവിന്റെ റസൂൽ സ്നേഹത്തിന്റെ നിറകുടം. നമ്മൾ പറഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സവിശേഷതകൾ, അവിടുത്തെ അങ്ങ് സ്നേഹിക്കുക. ആ സ്നേഹം മാത്രമാണ് ദുനിയാവും ആഖിറത്തും നമുക്ക് ലഭ്യമാകാനുള്ള മാർഗം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് സമ്പത്ത് ഒഴിവാക്കിയാലും ശരീരം ഒഴിവാക്കിയാലും മൂന്ന് സംഗതികൾ ഒരാളിൽ ഉണ്ട് എങ്കിൽ അവന് ഈമാനിന്റെ മാധുര്യം കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാവരും ആമീൻ പറയൂ. അല്ലാഹു നമുക്കിടെ നൽകട്ടെ. പടച്ചോനെ, ഈമാന്റെ മാധുര്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലാഹ്. നോമ്പൊക്കെ നോൽക്കുമ്പോ അല്ലേ, നോമ്പ് നോറ്റൊരു സന്തോഷം, നിസ്കാരം കഴിഞ്ഞാൽ അതിന്റെ ഒരു സന്തോഷം, സ്വതക്ക ചെയ്താൽ അതിന്റെ ഒരു സന്തോഷം, അതാണ് ഹലാവത്തുൽ ഈമാൻ. ആർക്കാണത്? അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. എല്ലാറ്റിനേക്കാളും അല്ലാഹുവും റസൂലും അവനിലേക്ക് ഇഷ്ടമുള്ളവനാവുക. അല്ലേ? ആ ഇഷ്ടം കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്. ഞാൻ പറഞ്ഞുതരാം, കഥ പറഞ്ഞുതരാം. സഹാബിയുടെ പേര് സഈദ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, സയ്യിദുനാ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഇസ്തറൽ ആഖിറത ബിദ്ദുനിയാ. ദുനിയാവിന് പകരം ആഖിറം വാങ്ങിയ ആളാണ്. വഅസറല്ലാഹു വറസൂലഹു അലാ മാ സിവാഹുമാ. എല്ലാത്തിനേക്കാളും അല്ലാഹുവിനെയും റസൂലിനെയും തിരഞ്ഞെടുത്തയാളാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയാണ് എന്തുകൊണ്ട് സഈദിന്റെ മനസ്സിൽ ഇസ്ലാം വന്നു എന്നറിയോ? സഈദ് ബിൻ ആമിർ കാണുകയാണ് ഒരു പ്രവാചക സ്നേഹിയെ. ആരാണത്? ഖുബൈബ് റളിയല്ലാഹു അൻഹു. ഖുറൈശികളിൽപ്പെട്ട കിങ്കരന്മാർ അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഖുബൈബിനെ വലിച്ചിഴച്ചുകൊണ്ട് മക്കയിൽ നിന്ന് ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. ആൾക്കൂട്ടം ധാരാളമുണ്ട്. ഖുബൈബിനോട് അവർ ചോദിക്കുന്നു, അത്ഹബ്ബു അൻ യകൂന മിൻ മകാനിക മുഹമ്മദുൻ വ അൻത നാജ്. നിനക്ക് രക്ഷപ്പെടാം ഖുബൈബേ, നിനക്ക് രക്ഷപ്പെടാം, പകരം നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആകുന്നുണ്ട് എന്ന് നീ വിചാരിച്ചാൽ മതി. വേണ്ട, എന്റെ ഹബീബിന്റെ സ്ഥാനത്ത് ഒരു കല്ല് അവിടുത്തെ കാലിലോ കയ്യിലോ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. സഈദ് കാണുകയാണ്, കേൾക്കുകയാണ്. ആളുകൾ വിളിച്ചു പറഞ്ഞു, അനിഖ്തുലൂ, അവനെ എറിഞ്ഞു കൊല്ലൂ. പിന്നീട് സഈദ് ഈ സംഭവം എപ്പോഴും ഓർക്കും. സഈദ് ഈ സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുസ്ലിമായി മദീനയിൽ വന്നു. നബിയോടുകൂടെ പല യുദ്ധങ്ങളിലും പങ്കെടുത്തു. പക്ഷേ സദാ സമയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ, അവിടുത്തെ മാതൃക തന്നെ, വേറൊന്നുമില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു നാട് ഭരിക്കുന്ന കാലത്ത് ഹിംസിലെ ഗവർണറായി അദ്ദേഹത്തെ നിശ്ചയിച്ചു. ഹിംസിലെ ഗവർണർ അദ്ദേഹം പറഞ്ഞു, പ്ലീസ് എന്നെ തൽക്കാലം ഏൽപ്പിക്കല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടു. നിങ്ങൾ എന്നെ ഇതെല്ലാം ഏൽപ്പിച്ച് എന്റെ പിരടിയിലാക്കി നിങ്ങൾ രക്ഷപ്പെടുകയാണോ? ഞങ്ങൾ രക്ഷപ്പെടുന്നല്ല. അവസാനം ഏറ്റപ്പോഴോ നാട്ടിലത്തെ ഒരാളോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടയാളുടെ അഡ്രസ് തരാൻ പറഞ്ഞു. ചിന്തിക്കണേ, നമ്മുടെ നാട്ടിലോ? നമ്മുടെ നാട്ടിൽ ആരായിരിക്കും? പണ്ട് ചൈന കാണാൻ പോയി നമ്മുടെ നാട്ടിൽ നിന്നൊരു മന്ത്രി. അങ്ങനെ മന്ത്രി അവിടെ കാണാൻ പോയി. ചൈനയിലത്തെ ഒരു മന്ത്രിന്റെ വീട്ടിലാണ് സ്വീകരണം. കാണാൻ പോയിട്ട് മന്ത്രിന്റെ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീട്, ഒരു പുഴന്റെ വക്കത്താണ്.
പോയിന്റ് വക്കത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് മന്ത്രി ഇങ്ങനെ സംസാരിക്കുന്നവരല്ലേ ചോദിച്ചത്രേ, അല്ല ചൈനക്കാരനായ മന്ത്രിയെ, എങ്ങനെയാണ് ഇത്രയും വലിയ സാധനങ്ങളൊക്കെ നിങ്ങൾ ഒപ്പിച്ചെടുത്തത്? ഭയങ്കര സംഭവമാണല്ലോ. അവ പറഞ്ഞു, വലിയൊരു പാലം കാണുന്നുണ്ടോ നിങ്ങള്? ആ കാണുന്നുണ്ട്. ആ പാലത്തിന് 10 കോടിയാ പാസ്സായത്. അതിന്റെ 5 കോടിയായിട്ട് ഞാൻ പാലുണ്ടാക്കി, ബാക്കി 5 കോടിയായിട്ടാണ് ഞാൻ ഈ വീടും പറമ്പൊക്കെ ഒപ്പിച്ചെടുത്തതെന്ന് പറഞ്ഞു. കുറെ കാലം കഴിഞ്ഞിട്ട് ആ ചൈനത്തെ മന്ത്രി കേരളത്തിൽ വന്നപ്പോൾ ഈ മന്ത്രിന്റെ വീട്ടിലാണ് സ്വീകരിച്ചിട്ട് ഒരു പോയിന്റ് ഭാഗത്ത് നല്ലൊരു വീട്ടിൽ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് ചോദിച്ചു, അല്ല പൊന്നാര മനുഷ്യങ്ങൾ, അന്ന് ഇന്റെ അത് കണ്ടിട്ട് തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടല്ലോ, ഇത് അതിനേക്കാളും വലുതാണല്ലോ, ഇത് എന്താ സംഭവം? അപ്പൊ ചോദിച്ചു, അവിടെ ഒരു പാലം കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ശരിക്കും ഒരു പാലം ഇല്ല, കാണുന്നില്ല. അതെ, അതിന് 10 കോടി കിട്ടിയെന്ന് ഞാൻ ആ 10 കോടി മൊത്തമായിട്ട് ഇങ്ങോട്ട് ഇറക്കി, പാലുണ്ടാക്കിയില്ല എന്ന് പറഞ്ഞു. എത്രയാണ്? ഇതാണ് നമ്മളുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ദരിദ്രനായ ആളുടെ അഡ്രസ് തരാൻ പറഞ്ഞു. ഒന്നാമതായി എഴുതിയിരിക്കുകയാണ് സഈദ് ബിൻ ആമിർ, ആ നാട്ടിലെ ഗവർണർ. വേണ്ട, 1000 സ്വർണ്ണ നാണയം കൊടുത്തയച്ചു. വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞത് തിരിച്ചയച്ചു സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിന്. നാട്ടുകാരുടെ അടുക്കലേക്ക് ചെന്നു, ഹിംസുകാരുടെ അടുക്കലേക്ക് ചെന്നു ഉമർ റളിയല്ലാഹു അൻഹു. അവര് പറഞ്ഞു, ഖലീഫ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഗവർണറെ പറ്റിയിട്ട് 4 പരാതി പറയാനുണ്ട്. എന്താ? ഒന്ന്, മൂപ്പരെല്ലാ ദിവസവും ഒരു പകൽ ഒരു 10 മണിയായാലേ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ, രാവിലെ ഇറങ്ങില്ല. ചോദിച്ചു, പരാതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, അല്ലാഹുവേ, എനിക്ക് ഈ മനുഷ്യനെ പറ്റിയുള്ള ധാരണ നീ മോശമാക്കല്ലേ. ചോദിച്ചു, എന്താ കാര്യം? അദ്ദേഹം പറയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, അല്ലയോ അമീറുൽ ഇതങ്ങയോട് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല, പക്ഷേ പറയാതിരിക്കൽ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് പറയുകയാണ്, എനിക്കൊരു സേവകനില്ല, ഞാൻ തന്നെയാണ് വീട്ടിലുള്ള പണികൾ മുഴുവൻ നോക്കാറുള്ളത്. അത് തീർന്നു. പിന്നെ പറഞ്ഞു, രാത്രി വരാറില്ല. അദ്ദേഹം പറഞ്ഞു, ആ രാത്രി അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതാണ്. പിന്നെ പറഞ്ഞു, ഇദ്ദേഹം ഒരു ദിവസം തീരെ പുറത്തിറങ്ങാറില്ല. ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ഉമറേ ഖലീഫ, അങ്ങയോട് പറയാൻ എനിക്ക് മനസ്സില്ല, എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. എനിക്കാകെ ഈ കാണുന്ന വസ്ത്രമേ ഉള്ളൂ, വേറൊരു വസ്ത്രം എനിക്കില്ല. ഒരു ദിവസം ഞാനത് അലക്കുന്നതാണ്, അന്ന് എനിക്ക് പുറത്തിറങ്ങാൻ ഒരു വകയും ഉണ്ടാവാറില്ല. എല്ലാരും അത്ഭുതപ്പെട്ടു. ഒന്നും കൂടെ അവര് പറഞ്ഞു, അദ്ദേഹം ഇടക്കിടക്ക് കാണാം പെട്ടെന്നങ്ങ് ബോധം കെട്ട് വീഴുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ബോധം കെടാനുള്ള കാരണം എന്താ? ഞാൻ ഓർക്കുന്നത് ഹുബൈബിനെയാ. അന്നൊരു ദിവസം ഹുബൈബിനെ തൂക്കുമരത്തിലേക്ക് കയറ്റുമ്പോ, ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ഹുബൈബ് പറഞ്ഞ വാക്കുകൾ എന്റെ മനസ്സിൽ മുഴങ്ങാറുണ്ട്, എന്റെ കർണപുടങ്ങളിൽ അലയടിക്കാറുണ്ട്. അത് ഓർക്കുമ്പോഴാണ് ഞാൻ ബോധം കെട്ട് വീഴാറുള്ളതെന്ന് സയ്യിദുനാ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അല്ലാഹുവിനോട് സ്തുതിച്ചു ഉമർ റളിയല്ലാഹു അൻഹു, അൽഹംദുലില്ലാഹ് ലം യുഖയ്യിബ് ളന്നി ബിഹി, എന്റെ ധാരണ അദ്ദേഹത്തെ കുറിച്ച് മോശമാക്കാത്ത അല്ലാഹുവേ നിനക്ക് നന്ദി. നമ്മൾ സ്നേഹിക്കുക, ലക്ഷ്യം അല്ലാഹുവിന്റെ റസൂലേ അങ്ങയോടുകൂടെ സ്വർഗത്തിൽ കടക്കണം എന്നത് തന്നെയായിരിക്കണം ലക്ഷ്യം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എത്ര മാതൃകകളാണ് നമുക്ക് പറയേണ്ടത്. നമ്മുടെ പ്രതീക്ഷ ഒന്നുകൂടെ ഞാൻ പറയാം മുഅ്മിനേ. ഒരു അറാബി റസൂലുള്ളാഹിനോട് വന്നുകൊണ്ട് ചോദിച്ചു, മത്തസ്സാഅത്തു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയെ അന്ത്യദിനം എന്നാണ്? നബി ചോദിച്ചു, മാ അഅദത്ത ലഹാ, എന്താണ് അതിനു വേണ്ടി നീ തയ്യാറാക്കിയിട്ടുള്ളത്? അതിനു വേണ്ടി നീ എന്തുണ്ടാക്കി? വല്ലാത്ത ചോദ്യം. അദ്ദേഹം പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്ന ആളാണ്. അല്ലാഹു ആ മനസ്സ് നമുക്ക് നൽകട്ടെ. ഓരോരുത്തരും ആമീൻ പറയൂ. അല്ലാഹു ആ മനസ്സ് നമുക്ക് നൽകുമാറാകട്ടെ. നബി എന്നാ ഉണ്ടാവാണെന്നും പറഞ്ഞില്ല. അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോട് കൂടെ നീ പരലോകത്തുണ്ടാകും. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇതുപോലെ ഫമാ ഫരിഹ്നാ ബഅദൽ ഇസ്ലാമി ഫർഹൻ അശദ്ദ മിൻ ഹാദൽ ഖൗൽ, ഈ വാക്കിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷം നൽകിയ മറ്റൊരു വാക്കും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഫഅന ഉഹിബ്ബുല്ലാഹ വറസൂലഹു വഅബാ ബക്കർ വഉമർ, ഞാൻ
എല്ലാവരും സ്നേഹിക്കുന്ന ആളാണ്. അബൂബക്കറിനെയും ഉമറിനെയും ഞാൻ അവരുടെ അമൽ ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരിക്കുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ്. ഒരു സ്വഹാബിക്ക് എപ്പോഴും മോഹം നബി എങ്ങനെ കാണണം. സൗബാൻ റളിയല്ലാഹു അൻഹുവിന് എപ്പോഴും നബിയെ കാണണം. നബിയുടെ വീട്ടിൽ വന്നു, നബിയേ വഇന്നീ ലാ അകൂനു ഫിൽ ബൈതി ലാ അകൂനു ഫിൽ ബൈതി, ഞാൻ വീട്ടിലായാൽ അങ്ങേ എനിക്ക് ഓർമ്മ വരും. അദ്ദേഹം പറയാ, ഓർമ്മ വന്നാലോ പിന്നെ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ഹത്താ ആതി ഫഅൻദുർ ഇലൈക, ഞാൻ അങ്ങയുടെ അടുക്കൽ വരും, അങ്ങയെ കാണും. ഇനിയോ ഫഇദാ ദക്കർതു മൗതി, ഞാൻ മരിക്കുന്ന രംഗമോർത്താൽ വമൗതക, അങ്ങും മരിക്കുമല്ലോ എന്നോർത്താൽ അറഫ്തു അന്നക ഇദാ ദഖൽതൽ ജന്ന, അങ്ങ് സ്വർഗ്ഗത്തിൽ കടന്നാൽ റുഫിഅത മഅൻ നബിയ്യീൻ, അങ്ങ് നബിമാരോട് കൂടെ സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് പോകുമല്ലോ. ഖശിഅതു അല്ലാ അറാ, അങ്ങയെ കാണാൻ എനിക്ക് കഴിയില്ലേ എന്ന് ഞാൻ പേടിക്കുകയാണ്. ഇതാണ് വേദന എന്ന് പറഞ്ഞാൽ, ഇതാണ് വേദന അല്ലേ? ഈ വേദനക്ക് മറുപടിയാണ് വമയ്യുതുഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. എത്ര പറഞ്ഞാലും തീരില്ല. മുഹമ്മദ് കി ബാതേ മുഹമ്മദ് കി സീറത്ത് സുനേ ഔർ സുനായേ ജി ചാഹതാ ഹേ. എത്ര പറഞ്ഞാലും തീരില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ, ആ സ്നേഹത്തിന്റെ പ്രതീകമാണ് എൻ്റെ മുഅ്മിനേ റൗള ശരീഫ്. അല്ലാഹു അവിടെ പോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ പറയൂ ഉറക്കെ. അല്ലാഹു അവിടെ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടെ ഒരു സ്നേഹത്തിന്റെ ഒരു വിളനിലമാണ് മദീനയിലെ റൗള ശരീഫ്. വല്ലാത്ത സ്നേഹം. എല്ലാവരും പോയിട്ട് കരയുന്നത് അവിടെയാണ്. എല്ലാവരുടെയും കണ്ണീരവിടെയാണ് വീഴുന്നത്. നബിയേ, ജീവിതകാലത്ത് അങ്ങയുടെ അടുക്കൽ വരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും നബിയേ, ഞങ്ങളിതാ അങ്ങയുടെ വഫാത്തിന് ശേഷം വരുന്നു. അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയുടെ കൂടെയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അബ്ദുല്ലാഹ് ഇൻതലിഖ് ഇലാ ആയിഷ, ആയിഷയുടെ അടുക്കലേക്ക് നീ ചെല്ല്. യഖറഉ അലൈക ഉമറു അസ്സലാം, അമീറുൽ മുഅ്മിനീൻ എന്ന് പറയല്ലേ, ഉമർ നിങ്ങൾക്ക് സലാം പറയുന്നു. യസ്തഅ്ദിനു അൻ യുദ്ഫന മഅ സാഹിബൈ, രണ്ട് കൂട്ടുകാരോടും കൂടെ ഖബറടക്കപ്പെടാൻ ഉമർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ സമ്മതം നൽകുമോ? ആയിഷ ബീവി പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ചതായിരുന്നു. ഇന്നിതാ സ്നേഹത്തോട് ചേരുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ മകൻ മടങ്ങി വന്നു. അല്ലദീ തുഹിബ്ബു യാ അമീറൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടിയിട്ടുണ്ട്. അതാണ് റൗളയിൽ ആ സ്നേഹം ചേർന്ന് കിടക്കുകയാണ്. റസൂലുള്ളാഹ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. അല്ലാഹു ആ സ്നേഹത്തിലായി ജീവിക്കാനും ആ സ്നേഹത്തിലായി മരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.